മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത്? നീ എന്ത് അധികാരത്തിൽ ഇവ ചെയ്യുന്നു? എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. യേശു യെരുശലേമിൽ മഹത്വത്തോടെ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ ഹോശന്ന ചൊല്ലി സ്വീകരിച്ചതായും ദൈവാലയത്തിൽ കർത്താവ് വ്യാപാരികളെ നീക്കം ചെയ്തുകൊണ്ട് ദൈവാലയം പ്രാർത്ഥനാഗൃഹമായിരിക്കണം എന്ന് തിരുവഴുത്തിൽ നിന്ന് ഓർമ്മിപ്പിച്ചു. അതിനുശേഷം അന്ധരെയും മുടന്തരെയും കർത്താവ് സൗഖ്യമാക്കി എന്നും കുട്ടികൾ കർത്താവിന് ഹോശാന വിളിച്ച് ആർത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അതിനെതിരെ എതിർത്ത് പ്രതികരിച്ചപ്പോൾ യേശു അവരുടെ തിരുവഴുത്തിലുള്ള അജ്ഞത ചൂണ്ടിക്കാണിക്കുന്നതായും ഈ സംഭവങ്ങൾക്ക് ശേഷം രാത്രി പാർക്കാനായി യേശു ബെഥാന്യയിലേക്ക് മടങ്ങുകയും ചെയ്തതായി 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു. 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ബെഥാന്യയിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങുമ്പോൾ വിശന്നിട്ട് വഴിയിൽ ഒരു അത്തിവൃക്ഷം കണ്ടു. അതിനോട് അടുക്കെ ചെന്നപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഫലം ഇല്ലാത്തതിനെ കണ്ടു. ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് യേശു കർത്താവ് കൽപ്പിച്ച ഉടനെ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. ശിഷ്യന്മാർ അത് കണ്ട് അത്ഭുതപ്പെട്ടപ്പോൾ യേശു കർത്താവ് അവരെ ഉപദേശിച്ചത് സംശയമില്ലാത്ത വിശ്വാസമുള്ളവർക്ക് അത്തിവൃക്ഷത്തോട് ചെയ്തതുപോലെ മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു എന്ന് കാണുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്നതിൽ യേശു അവർക്ക് ഉറപ്പ് നൽകുന്നതായും കാണും. 18 വാക്യത്തിൽ രാവിലെ ബെഥനി ഗ്രാമത്തിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിയപ്പോൾ യേശു കർത്താവിന് വിശന്നു എന്നത് താൻ പൂർണ്ണ ദൈവമാണെങ്കിലും പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നതിന്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് പാവമൊഴികെ എല്ലാ അർത്ഥത്തിലും നമ്മുടേതിന് സമാനമായിരുന്ന യേശു കർത്താവിന്റെ മനുഷ്യ സ്വഭാവത്തെ തെളിയിക്കുന്നു. 18 വാക്യത്തിൽ വഴിയരികിൽ ഒരു ഒറ്റപ്പെട്ട അത്തിമരം യേശു കണ്ടു. അത്തിപ്പഴം കായ്ക്കാൻ പ്രതീക്ഷിച്ച് അതിനോടടുത്തെത്തിയെങ്കിലും അതിൽ ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല എന്നും അത്തിവൃക്ഷത്തോട് ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകയില്ല എന്ന് കർത്താവ് പറഞ്ഞ ഉടനെ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയതായും വായിക്കുന്നു. ഈ പ്രവൃത്തി കൊണ്ട് യേശു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ശ്രദ്ധിക്കാം. അത്തിവൃക്ഷം ഇസ്രയേൽ ജനതയുടെ പ്രതീകമാണ്. പഴയ നിയമത്തിലുടനീളം പ്രത്യേകിച്ച പ്രവചനങ്ങളിൽ ഇസ്രയേൽ ജനതയുടെ പ്രതീകങ്ങളായി ഒരു അത്തിവൃക്ഷവും അതിന്റെ ഫലവും പലപ്പോഴും ഉപയോഗിച്ചിരുന്നു എന്ന് മീഖ പ്രവചനം 7:1 വാക്യത്തിലും യോവേൽ പ്രവചനം 1:7 മുതലുള്ള വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. യേശു അത്തിവൃക്ഷത്തെ ശപിച്ചത് ഇസ്രയേൽ ജനത്തോടുള്ള കർത്താവിന്റെ നിരാശയെയാണ് പ്രതിനിധാനം ചെയ്തത്. ഫലശൂന്യമായ ഇസ്രയേൽ ജനതയ്ക്ക് സംഭവിക്കാൻ പോകുന്നതിനെയാണ് അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് പ്രതീകാത്മകമായി ചിത്രീകരിച്ചത്. യെശയ്യാവ് 5:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രയേലിനെ ദൈവം നട്ടതും എന്നാൽ മോശം ഫലം കായ്ച്ച മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചിരിക്കുന്നതായി കാണും. ഈ സംഭവം ദൈവം സ്വന്തം ജനമായ ഇസ്രയേലിനെ വിടുവിക്കുവാൻ അയച്ച മിശിഹയെ യഹൂദർ നിരസിക്കുന്ന തിരസ്കരണത്തിന്റെ ഫലമായി അവർക്ക് യെരുശലേമിന്റെ നാശവും മറ്റൊരു പ്രവാസ കാലവും അനുഭവിക്കേണ്ടി വരും എന്നത് സൂചിപ്പിക്കുന്നു. മർക്കോസ് 11:13 വാക്യം ചേർത്ത് വായിച്ചാൽ ആ വൃക്ഷം ഇലകൾ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആ അത്തിമരം ഇലകൾ നിറഞ്ഞതായിരുന്നു, എന്നാൽ ഒരു ഫലം പോലും ഇല്ലാതെ അത്തിമരം ഉപയോഗശൂന്യമായിരുന്നു. ഇസ്രയേലിന് ദൈവവചനവും മതപരമായ നേട്ടങ്ങളും ലഭിച്ചിരുന്നെങ്കിലും അവർ ആത്മീയ ഫലം കായ്ക്കാത്തതിനെ സൂചിപ്പിക്കുന്നു. യഹൂദന്മാരുടെ മത ആചാരങ്ങൾ വളരെ ബൃഹത്തായിരുന്നു, എന്നാൽ അത് വെറും വാക്കുകളും ബാഹ്യ ആചാരങ്ങളും പരമ്പരാഗത ചടങ്ങുകളും മാത്രമായിരുന്നു. ആന്തരിക നീതിയും വിശ്വാസത്തിന്റെ ഫലങ്ങളും കാണാതിരുന്നതിനാൽ ക്രിസ്തു അവരെ നിരസിച്ചു എന്നും കുറച്ചു കാലത്തിനുള്ളിൽ ദൈവരാജ്യവും സുവിശേഷവും അവരിൽ നിന്ന് എടുത്തു കളയപ്പെടുമെന്ന് യഹൂദന്മാരുടെ നാശവും ദൈവാലയവും
രാജ്യവും പൂർണ്ണമായി നശിച്ചു പോകും എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് കർത്താവ് ഈ അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിലൂടെ കാണിക്കുന്നത് എന്ന് വ്യക്തമാണ്. യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നത് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹൂദ രാജ്യത്തെക്കുറിച്ച് ദൈവം യിരെമ്യാ പ്രവാചകനിലൂടെ പ്രഖ്യാപിച്ചതും ഒരിക്കൽ നിവൃത്തിയായതുമായ പ്രവചനത്തിന്റെ മറ്റൊരു പതിപ്പാണ് എന്ന് വ്യക്തമാണ്. യിരെമ്യാവ് 8:13 വാക്യത്തിൽ ഞാൻ അവരെ സംഹരിച്ചു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. മുന്തിരി വള്ളിയിൽ മുന്തിരിപ്പഴം ഉണ്ടാകയില്ല, അത്തിവൃക്ഷത്തിൽ അത്തിപ്പഴം ഉണ്ടാകയില്ല, ഇലയും വാടിപ്പോകും, അവരെ ആക്രമിക്കുന്നവരെ ഞാൻ നിയമിച്ചിരിക്കുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യഹൂദ രാജ്യം എന്ന തെക്കൻ ഇസ്രയേൽ അവിശ്വസ്തത നിമിത്തം ബാബിലോണിലേക്ക് നാട് കടത്തപ്പെട്ടപ്പോൾ യിരെമ്യാവിന്റെ ഈ പ്രവചനം നിവൃത്തിയായി എന്ന് 1 ദിനവൃത്താന്തം 9:1 മുതലായ വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. യിരെമ്യാവിന്റെ പ്രവചനത്തിലെ മുന്നറിയിപ്പ് പോലെ തന്നെ യേശുവിന്റെ ശാപത്താൽ അത്തിമരം ഉണങ്ങിപ്പോയതും ദൈവത്തിന്റെ ഇസ്രയേലിനോടുള്ള ക്ഷമ എങ്ങനെ അവസാനിക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കുന്നു. മാനസാന്തരപ്പെടാൻ ധാരാളം സമയം നൽകിയിട്ടും അനുദപിക്കാത്ത ഇസ്രയേലിന്റെ മേൽ ദൈവത്തിന്റെ കോപത്തോടെ ഉള്ള ന്യായവിധി തീർച്ചയായും വരാൻ പോകുന്നു എന്ന് കർത്താവ് പ്രതീകാത്മകമായി കാണിക്കുകയായിരുന്നു. 20 വാക്യത്തിൽ യേശു ഫലശൂന്യമായ അത്തിവൃക്ഷത്തെ ശപിച്ചപ്പോൾ അത് ഉടനെ ഉണങ്ങിപ്പോയത് കണ്ടു. അവന്റെ ശിഷ്യന്മാർ കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് ആ അത്തിമരം ഇത്ര പെട്ടെന്ന് ഉണങ്ങിപ്പോയത് എങ്ങനെ എന്ന് ചോദിച്ചു. 21 വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾക്ക് സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിമരത്തോട് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് എറിയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ്. അക്ഷരീകമായി മലകളെ നീക്കണം എന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും വേണ്ട മഹത്തായ പ്രവൃത്തികൾ എങ്ങനെ നിർവഹിക്കാമെന്ന് അവൻ അവരെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. തന്നെ അനുഗമിക്കുമ്പോൾ ശിഷ്യന്മാർ നേരിടുന്ന തടസ്സങ്ങളെ വിശ്വാസത്താൽ എങ്ങനെ മറികടക്കാമെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പസ്തോലന്മാർ നേരിടാൻ പോകുന്ന തടസ്സങ്ങളിൽ ചിലത് പർവ്വത വലിപ്പമുള്ളതായിരിക്കും. വിശ്വാസത്താൽ അവർക്ക് അത് നീക്കാൻ കഴിയും എന്ന് കർത്താവ് ഉറപ്പ് നൽകുകയായിരുന്നു. പ്രാർത്ഥനയിൽ സംശയിക്കാത്ത വിശ്വാസം ഉണ്ടായിരിക്കണമെന്നും അങ്ങനെ ദൈവത്തിന്റെ ശക്തി കൊണ്ടും ഏറ്റവും പ്രയാസകരമായ എന്ന് തോന്നുന്ന പ്രശ്നങ്ങളും വിശ്വാസത്താലുള്ള പ്രാർത്ഥനയാൽ പരിഹരിക്കപ്പെടുമെന്ന് കർത്താവ് വാക്ക് നൽകുന്നു. 22 വാക്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ യാചിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് പറയുന്നതിലൂടെ സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥനയിലും അപേക്ഷകളിലും വിശ്വാസത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു. വിശ്വാസത്താൽ ദൈവമഹത്വത്തിനും ദൈവജനത്തിന്റെ നന്മയ്ക്കും വേണ്ടിയുള്ളതുമായ എല്ലാ യാചനകളും ദൈവത്തിന്റെ ഹിതത്താൽ അത് ആഗ്രഹിക്കുന്നത് പോലെ നൽകപ്പെടും എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. വിശ്വാസത്തോടെ സംശയിക്കാതെ പ്രാർത്ഥിക്കണമെന്നും സംശയിക്കുന്നവർ കാറ്റിൽ അലയുന്ന തിരമാല പോലെ അനിശ്ചിതരാണ് എന്നും അവർക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും ലഭിക്കില്ല എന്നും യാക്കോബ് 1:6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാലയത്തിൽ വെച്ച് മുഖ്യ പുരോഹിതന്മാർ യേശുവിനെ അഭിമുഖീകരിച്ച് അവന്റെ അധികാരത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതും യോഹന്നാൻ സ്നാപകന്റെ അധികാരത്തെക്കുറിച്ചുള്ള തന്റെ ബദൽ ചോദ്യത്തിന് ഉത്തരം നൽകുമെങ്കിൽ അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുമെന്ന് യേശു പറയുന്നു. മനുഷ്യരെ ഭയന്ന് അവർ കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വിസമ്മതിച്ചപ്പോൾ യേശു അവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വിസമ്മതിച്ചതായും നാം കാണുന്നു. 23 വാക്യത്തിൽ യേശു കർത്താവ് ദൈവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും സമീപിച്ച് യേശുവിനോട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യത്തെ ചോദ്യം, നീ എന്ത് അധികാരത്തിൽ ഇവ ചെയ്യുന്നു? അവരുടെ രണ്ടാമത്തെ ചോദ്യം, ആരാണ് നിനക്ക് ഈ അധികാരം നൽകിയത് എന്നുമായിരുന്നു. അതായത് ദൈവാലയത്തിൽ നിന്ന് വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും പുറത്താക്കിയതും അന്ധർക്ക് കാഴ്ച നൽകുകയും മുടന്തരെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവാലയത്തിൽ ചെയ്തതും പ്രത്യേകിച്ച് ദൈവാലയത്തിൽ കർത്താവ് തന്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ചതും എല്ലാം എന്ത് അധികാരം കൊണ്ടാണ് ചെയ്യുന്നത് എന്നും ആരാണ് ആ അധികാരം നൽകിയത് എന്നുമാണ് അവർ ചോദിച്ചത്. ഈ ചോദ്യത്തിലൂടെ അവർ കർത്താവിനെ കെണിയിൽ വീഴ്ത്താൻ പദ്ധതിയിട്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ദൈവമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അധികാരം നൽകിയത് എന്ന് യേശു പറഞ്ഞാൽ അവർ കർത്താവിന്റെ മേൽ ദൈവദൂഷണം ചുമത്തുകയും ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടതായി നടിക്കുന്നത് ദുഷ്ടതയുടെയും ധാർഷ്ട്യവുമാണെന്ന് ആരോപിക്കുകയും ചെയ്യും. പൗരോഹിത്യത്തിന്റെയും പഠിപ്പിക്കലിന്റെയും ക്രമം നിശ്ചയിച്ച
ലഭിച്ചിരിക്കുന്നതിനാൽ പുരോഹിതന്റെയോ ജനങ്ങളുടെ ഉപദേഷ്ടാവിന്റെയോ അധികാരങ്ങൾ യഹൂദ മത നേതൃത്വത്തിന്റെ നിയമനത്തിലൂടെ അല്ലാതെ ആരും നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിക്കില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് കർത്താവിന്റെ മേൽ കുറ്റം ആരോപിക്കുവാനും മറിച്ച് മനുഷ്യരിൽ നിന്നാണ് തനിക്ക് അധികാരം ലഭിച്ചതെന്ന് യേശു പറഞ്ഞാൽ അവർക്ക് അവനെ പൂർണ്ണമായി എതിർക്കാനും തങ്ങൾക്ക് മാത്രമാണ് ദൈവാലയത്തിലെ ഏത് നിയമനവും നടത്തുവാൻ അധികാരവും അവകാശവും ഉള്ളത് എന്ന് പഠിപ്പിച്ചിരുന്ന അവർ തങ്ങൾ ഒരു അധികാരവും യേശുവിന് നൽകിയിട്ടില്ല എന്ന് യേശുവിനെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെയ്യാനാവും. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ച് സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ? നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു എന്ന് കാണുന്നു. യേശു കർത്താവ് വിഷയം മാറാതെ അധികാരത്തെക്കുറിച്ച് തന്നെ, യോഹന്നാൻ സ്നാപകന്റെ അധികാരത്തെക്കുറിച്ചും യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് തന്നോട് പറയാൻ യേശു അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് കൗശലക്കാരായ യഹൂദ നേതാക്കളെ അവരുടെ കൗശലത്തിൽ തന്നെ പിടിക്കുന്നതായി കാണാം. യേശു കർത്താവ് യഹൂദ നേതാക്കൾ ഒരുക്കിയ കെണി അവർക്ക് നേരെ തന്നെ ഒരുക്കിയത് എങ്ങനെയാണെന്ന് പുരോഹിതന്മാരും മൂപ്പന്മാരും തൽക്ഷണം കണ്ടു. യേശുവിന്റെ ചോദ്യത്തിന് ഓരോ വിധത്തിൽ ഉത്തരം നൽകിയാലും എങ്ങനെ ഇരിക്കുമെന്ന് അവർ പരസ്പരം ന്യായവാദം ചെയ്യാൻ തുടങ്ങി എന്ന് 25-ാം വാക്യത്തിൽ കാണുന്നു. ആദ്യം അവർ ഇങ്ങനെ ന്യായവാദം ചെയ്തു, സ്വർഗത്തിൽ നിന്ന് എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്തുകൊണ്ട് എന്ന് യേശു നിശ്ചയമായും തങ്ങളോട് ചോദിക്കും. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും വളരെ കുറച്ചുപേർ മാത്രമേ മാനസാന്തരപ്പെട്ട് യോഹന്നാനാൽ സ്നാനമേറ്റുള്ളൂ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ടതാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ അവർ സ്നാപക യോഹന്നാനെ അനുഗമിച്ചില്ല എന്ന വ്യക്തവും എന്നാൽ അപലപനീയവുമായ വസ്തുത യേശു ചൂണ്ടിക്കാണിക്കുമെന്ന് അവർ മനസ്സിലാക്കി. അടുത്തതായി അവർ ഇങ്ങനെ ന്യായവാദം ചെയ്തു, മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ ഭയപ്പെടുന്നു, കാരണം അവരെല്ലാം യോഹന്നാനെ ഒരു പ്രവാചകനായി കണക്കാക്കുന്നു എന്ന് 26-ാം വാക്യത്തിൽ കാണുന്നു. അന്ന് ദൈവാലയത്തിൽ ഉണ്ടായിരുന്നവരിൽ പലരും യോഹന്നാനാൽ സ്നാനമേറ്റവരും ഇപ്പോൾ ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നതിനാൽ സ്നാപക യോഹന്നാൻ പ്രവർത്തിച്ചത് മനുഷ്യന്റെ അധികാരമാണെന്ന് പറഞ്ഞാൽ അവർ ഉടൻ തന്നെ അവർക്കെതിരെ എഴുന്നേൽക്കുമെന്നും ജനം കല്ലെറിയുമെന്നും ന്യായാധിപ സംഘം ജനത്തെ ഭയപ്പെട്ടു എന്ന് ലൂക്കോസ് 20-6 കൂടെ ചേർത്ത് വായിച്ചാൽ വ്യക്തമാണ്. സദൃശവാക്യം 26-5 മൂഢന് താൻ ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ ഭോഷത്വത്തിന് ഒത്തവണ്ണം അവനോട് ഉത്തരം പറക എന്നെഴുതിയിരിക്കുന്നു. തങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് പ്രതികരണവും സ്വയം അപകടത്തിലാക്കും എന്ന് മനസ്സിലാക്കിയ യഹൂദ നേതാക്കൾ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ അധികാരം എവിടെ നിന്നാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞു എന്ന് 27-ാം വാക്യത്തിൽ കാണുന്നു. യേശു പുരോഹിതന്മാരോടും മൂപ്പന്മാരോടും പറഞ്ഞത്, എന്ത് അധികാരം കൊണ്ടാണ് ഞാൻ ഇവ ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്നാണ്. സ്നാപക യോഹന്നാന്റെ അധികാരത്തെക്കുറിച്ചുള്ള തന്റെ ചോദ്യത്തിന് യഹൂദ നേതാക്കൾ ഉത്തരം നൽകാൻ വിസമ്മതിച്ചതുകൊണ്ട് തന്റെ അധികാരത്തെക്കുറിച്ചുള്ള യഹൂദന്മാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താനും വിസമ്മതിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. ക്രിസ്തുവിന്റെ നിർദ്ദേശവും അവൻ യഹൂദ നേതാക്കളുമായി ഈ ചോദ്യത്തോട് അനുബന്ധമായി ഉണ്ടാക്കിയ കരാറും അനുസരിച്ച് അവർ കർത്താവിന്റെ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകാത്തതിനാൽ യേശുവിന്റെ അധികാരം എന്താണെന്നും അത് എവിടെ നിന്ന് ലഭിച്ചതെന്നും അവരെ അറിയിക്കാൻ യേശു ബാധ്യസ്ഥനല്ലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ യഹൂദ നേതാക്കളുടെ അധികാരവും അംഗീകാരവും ഇല്ലാതെ പ്രസംഗിക്കുകയും സ്നാനം നൽകുകയും ചെയ്തപ്പോൾ യഹൂദ നേതാക്കൾ അവന്റെ അധികാരം ആര് നൽകി എന്ന് അന്വേഷിച്ചില്ല എങ്കിൽ താനും അങ്ങനെ തുടരുമെന്നും തനിക്ക് മനുഷ്യനിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് അധികാരം ലഭിച്ചതെന്ന് കർത്താവ് നിശബ്ദമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണുന്നു. അതീവ കൗശലക്കാരായ ജൂത നേതാക്കളെക്കാളും ജ്ഞാനവും വിവേകവും ഉള്ളവനാണ് യേശു എന്ന് കർത്താവ് ഇവിടെ തെളിയിച്ചു എന്ന് കാണാം.